Now we are discussing the exact solution for pulse psi of t produced by square frequency spectrum. അത് പൾസ് ഡിഫൈൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ദിസ് ഈസ് ഫോംഡ് ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് എൻ ഡിഫറെൻറ്റ് ഹാർമോണിക് കമ്പൗണ്ടാണെന്ന് പറഞ്ഞു. ഇനി അതിനൊരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് വളരെ എളുപ്പമാണ്, കാരണം സൂപ്പർ പൊസിഷൻ ഓഫ് ടു ഹാർമോണിക് ഓസിലേഷൻ സിസ്റ്റം ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തതാണ്. അതിൻ്റെ മാത്തമെറ്റിക്കൽ ഇക്വേഷനൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. അതിനെ ഒന്ന് എൻ സിസ്റ്റത്തിലോട്ട് മാറ്റുക, അത്രയേ ഉള്ളൂ ഇവിടെയുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. സോ ഹിയർ വി ആർ കൺസിഡറിങ് എ psi ഓഫ് ടി ഫോംഡ് ബൈ superposing n different harmonic component having equal amplitude A and equal phase constant and frequency distributed uniformly between omega 1 and omega 2. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു psi ഓഫ് ടി കൺസിഡർ ചെയ്യുന്നു. അതെങ്ങനെ ഫോം ചെയ്തതാണ്? n ഡിഫറെൻറ്റ് ഹാർമോണിക് കമ്പോണൻറ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. പിന്നുള്ളതോ ഈച്ച് ഹാവിങ് ആംപ്ലിറ്റ്യൂഡ് എ, ഓരോ ഹാർമോണിക് കമ്പൗണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് എന്താണ്? എ ആണ്. അതേപോലെ അവരുടെ എല്ലാവരുടെയും ഫേസ് കോൺസ്റ്റൻറ്റ് 0 ആണ്, അല്ലെങ്കിൽ ദേ ആർ ഇൻ ഫേസ് ആണ്. ആൻഡ് ദാറ്റ് ഹാർമോണിക് കമ്പോണൻറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം ഡ്യൂറേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ തന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ഒമേഗ 1 ആൻഡ് ഒമേഗ 2. അത് ഏറ്റവും ആദ്യത്തെ ഹാർമോണിക് കമ്പോണൻറ്റ് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ 1 ആണ്. അതിനെക്കാട്ടും കൂടുതലായിരിക്കും നെക്സ്റ്റ്. അങ്ങനെ വന്ന് ലാസ്റ്റിലുള്ള ഹാർമോണിക് കമ്പോണൻറ്റ് ആംഗുലാർ ഫ്രീക്വൻസി എന്താണ്? ഒമേഗ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ദീസ് ആർ ദ പോയിൻറ്റ്സ് ഓഫ് ദാറ്റ് പൾസ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് പൾസ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് psi of t as a cos omega 1 t plus അടുത്ത കോമ്പിനേഷൻ, അതായത് a cos omega 1 plus delta omega t, then a cos omega 1 plus 2 delta omega t etc plus a cos omega 2 t. അതായത് സൂപ്പർ പൊസിഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ്, നെക്സ്റ്റ് ചേർന്ന് അതേ പ്ലസ് സം ടേം, ദെൻ അതേ പ്ലസ് നെക്സ്റ്റ് ടേം, അങ്ങനെ വന്ന് ലാസ്റ്റ് കമ്പോണൻ്റ് ആണ് എന്ത്? ഒമേഗ 2. അതായത് ദിസ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ഒമേഗ 1 ആൻഡ് ഒമേഗ 2. അല്ലേ? സിമ്പിളായിട്ട് സൂപ്പർ പൊസിഷൻ എഴുതുകയാണ്. നേരത്തെ നമ്മളിത് എഴുതിയതാണ്, ഒരു എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, കാരണം രണ്ടെണ്ണത്തിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്താണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനൊന്നും നമ്മൾ എൻ സിസ്റ്റത്തിലോട്ട് മാറ്റുന്നു. ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഫ്രീക്വൻസി കമ്പോണൻറ്റ് ഒമേഗ 1 ആൻഡ് ഒമേഗ 2. ഓക്കെ, then we are defining this infinitesimal omega is equal to omega 2 minus omega 1 divided by n minus 1. This is defined by like this, and we already defined this omega 2 minus omega 1 is bandwidth denoted by delta omega. So this can be written as delta omega divided by n minus 1 എന്ന് എഴുതാൻ പറ്റും. delta omega divided by n minus 1 എന്ന് എഴുതാൻ പറ്റും. Okay, then we want to find the simplified expression for that psi of t. So that will be equal to a of t cos omega average t. ഇതിൻ്റെ ഡെറിവേഷൻ പാർട്ട് ഞാൻ ചെയ്യുന്നില്ല. ഇത് നമ്മൾ രണ്ട് സൂപ്പർ പൊസിഷൻ, അതായത് രണ്ട് ഹാർമോണിക് കോമ്പൗണ്ടിൻ്റെ സൂപ്പർ പൊസിഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഇക്വേഷൻ തന്നെയാണ് കിട്ടിയത്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ അസ്യൂം ചെയ്യാം. ഇതിലതിൻ്റെ മാത്തമെറ്റിക്കൽ ഡെറിവേഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് റിഗ്രസ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ഡെറിവേഷനാണ്, അത് നിങ്ങൾക്ക് ആവശ്യമില്ല. സോ psi of t is equal to a of t cos omega average t. Then we want to define this omega average and that a of t. So omega average is simply the omega 2 plus omega 1 by 2. This is the omega average. Then a of t is defined as the a of 0 sin 1 by 2 delta omega t divided by n 1 by 2 delta omega t. Delta omega already നമുക്ക് അറിയുന്ന കാര്യമാണ്, എന്നും നമുക്ക് ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. ഇനി ആകെ നമുക്ക് we have to define this a of 0. What is a of 0? So a of 0 is n times a. അത് വളരെ സിമ്പിളാണ്. എൻ ഹാർമോണിക് കമ്പൗണ്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. ഓരോന്നിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ക്യാപിറ്റൽ എ. അപ്പോൾ അവിടെ വരാവുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? എൻ ടൈംസ് എ ആയിരിക്കില്ല. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ ടൈംസ് എ. അതാണ് എന്ത്? എ ഓഫ് 0. എ ഓഫ് 0 റെപ്രസെൻറ്റ് ദി മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ടൈംസ് എ. ഈച്ച് ഹാവിങ് ആംപ്ലിറ്റ്യൂഡ് എ ആണ്. ദി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ എൻ ദാറ്റ് സച്ച് എ ഹാർമോണിക് കമ്പൗണ്ട് ആണ്. സോ എ ഓഫ് 0 is equal to n into a. Or from this equation we can write this a as a of 0 by n എന്ന് എഴുതാൻ പറ്റും. ആ എന്നിനെയാണ് എന്ത് ചെയ്യുന്നത്? ദിസ് ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ എൻ, അതായത് എ ഓഫ് 0 ഡിവൈഡ് ബൈ എൻ ആണ് എ എന്ന് പറയുന്നത്. ദെൻ എൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ ദിസ് ഡെൽറ്റ ഇൻഫിനിറ്റ്സിമൽ ഒമേഗ ആയിരിക്കും. നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ we know the equation. We write the equation for psi of t, a cos omega 1 t plus a cos omega 1 plus delta omega അങ്ങനെ പോവാണ്. Then if the value of this infinitesimal omega, അല്ലെങ്കിൽ change in omega is tends to 0, that value is very small, we can convert this equation, this summation series to a integral form.
പറയാറുണ്ട് ഇതൊരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സാധനത്തിന് കണ്ടിന്യൂസ് ആവുന്ന സമയത്ത് തന്നെ വി ക്യാൻ കൺവേർട്ട് ദാറ്റ് ടു ഇൻ്റഗ്രൽ ഫ്രോം. സോ ദിസ് ഇൻ്റഗ്രൽ ഫ്രോം വിൽ ബി ഈക്വൽ ടു psi ഓഫ് ടി ഈക്വൽ ടു a of 0 ഡിവൈഡ് ബൈ ഡെൽറ്റ ഒമേഗ ലിമിറ്റ് omega 1 to omega 2 cos omega t d omega. This is the expression. ഇത് കണ്ടിന്യൂസ് കേസ് വി ക്യാൻ റൈറ്റ് ഈ എക്സ്പ്രഷനാണ് അത് അങ്ങനെ മാറുന്നത്. a of t cos omega ആവറേജ് t ഉണ്ടായിരുന്നു. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് a of 0 ഡിവൈഡ് ബൈ ഡെൽറ്റ omega 1 to omega 2 cos omega t d omega. This is the equation. This is the exact solution for that displacement of a pulse due to superposition of n harmonic component in frequency in between omega 1 and that of omega 2, and maximum amplitude is a of 0 and the bandwidth is omega 2 minus omega 1, that is equal to delta omega. Okay, this is the exact solution. ഇത്രയാണ് ഈ ഒരു ഇൻ്റഗ്രേഷൻ, ഒരു എക്സാക്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നൗ വി വാണ്ട് ടു അനലൈസ് ദിസ് പൾസ്. ഈ പൾസിനെ നമുക്ക് അനലൈസ് ചെയ്യണം. ഫോർ ദാറ്റ് വി ആർ യൂസിങ് സം സ്പെഷ്യൽ ടെക്നിക് ഫോർ ദിസ് അനാലിസിസ്. നമ്മൾ സ്പെഷ്യൽ ടെക്നിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അടുത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് ആ സ്പെഷ്യൽ ടെക്നിക്ക് എന്താണുള്ളത് നമ്മൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം യൂസിങ് ദാറ്റ് ടെക്നിക് വി അനലൈസ് ദിസ് പൾസ്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ Fourier analysis of a pulse. Okay, പൾസിനെ അനലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെക്നിക്കാണ് Fourier അനാലിസിസ്. സോ ഹിയർ വി ആർ കൺസിഡറിങ് എ പൾസ് ഓഫ് ലിമിറ്റഡ് ഡ്യൂറേഷൻ. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. പൾസൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് psi of t is 0 for a early time t0 and psi of t is 0 for a late time t0 plus t1. t1 is a finite interval within which the oscillation of psi of t as the form shown in figure. ആ ഡയഗ്രാം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് സം സ്പെസിഫിക് വാല്യൂ ഫോർ എ ഷോർട്ട് ടൈം ഇൻ്റർവൽ ആൻഡ് വാല്യൂ ഈസ് 0 ഫോർ ഓൾ അതർ ടൈം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് psi of t എന്താണ്, 0 ഒരു ഈ ഒരു പർട്ടിക്കുലർ നമ്മളൊരു ടൈം ഇവിടെ നോട്ട് ചെയ്യുകയാണ്. ഒരു t1 എന്നൊരു പീരീഡ് ഇത്രയൊരു പൊസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ സമയത്ത് എന്താണ് ഈ പൾസിന് ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു ഏർലി ടൈം ഇതിന് ഇങ്ങോട്ടുള്ള ടൈമിൽ എന്താണ് ഇതിൻ്റെ വാല്യൂ 0 ആണ്. അതേപോലെ ലേറ്റ് ടൈം അതായത് ഈ ഒരു t1 ഒരു പീരീഡിന് ശേഷം അതിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്, 0 ആണ്. അതാണ് ഇവിടെ എടുത്തിട്ടുള്ള കേസ്. ഇത് t0 ആൻഡ് t0 പ്ലസ് t1 ഇതിൻ്റെ വാല്യൂ 0 ആണ്. അത് ഒരു പെർട്ടിക്കുലർ ഒരു ടൈം ഇൻ്റർവെൽ, അതായത് t1 ഈസ് എ ഫൈനൈറ്റ് ഇൻ്റർവെൽ വിച്ച് ദ ഓസിലേഷൻ ആസ് ദി ഫോം. അതായത് ഒരു ഫൈനൈറ്റ് ഇൻ്റർവെൽ ഒരു ടൈമിൽ ഇറ്റ് ഹാവ് സം സബ്സ്റ്റാൻഷ്യൽ വാല്യൂ ആൻഡ് ഒരു ഏർലി ടൈമിലും ലേറ്റ് ടൈമിലും അതിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. ഇങ്ങനെയാണ് നമ്മൾ പൾസിൻ്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പൾസ് ഇങ്ങനെയുള്ളൊരു പൾസാണ് നമുക്കുള്ളത്. ഓക്കെ, ഇതിനുള്ളൊരു പൾസാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, വി വാണ്ട് ടു അനലൈസ് യൂസിങ് എ Fourier സീരീസ് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെ പെട്ടെന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് Fourier സീരീസ് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള Fourier സീരീസിൻ്റെ ഫോം എന്താണെന്ന് നോക്കും. അതിൽ നിന്ന് ഹൗ ക്യാൻ ബി അനലൈസ് എ പൾസിനെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നോക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു Fourier സീരീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം വി അപ്ലൈ ദാറ്റ് ഇൻ ടു ദിസ് പൾസ് കേസിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻ ബിറ്റ്വീൻ എ ടൈം ദിസ് പൾസ് ഹാവ് അല്ലെങ്കിൽ ദിസ് വേവ് ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ വാല്യൂ അറ്റ് ഏർലി ടൈം ആൻഡ് ലേറ്റ് ടൈം ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു 0. അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ വി ആർ ഡിസ്കസിങ് ദ Fourier അനാലിസിസ് ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ. ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ Fourier അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. കോമൺ ആയിട്ട് നമ്മൾ സാധാരണ മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ നമ്മളൊരു ഫിസിക്സിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻസിനെയാണ് അനാലിസിസിനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇതിനാണ് നമ്മൾ Fourier അനാലിസിസ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഫോർ ദാറ്റ് വി വാണ്ട് ടു ഡിഫൈൻ എ പീരിയോഡിക് ഫംഗ്ഷൻ. ഓക്കെ, പീരിയോഡിക് ഫംഗ്ഷൻ എന്താണ് ഡിഫൈൻ ചെയ്യണം, ഒന്നുമില്ല. എഫ് ഓഫ് ടി ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് t1. ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ് t1 ഉള്ള ഒരു പീരീഡുള്ള, അല്ലെങ്കിൽ ദാറ്റ് എഫ് ഓഫ് ടി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് Fourier സീരീസിൻ്റെ ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണിത്. ഇതൊരു പീരിയോഡിക് ഫംഗ്ഷനാണ്. ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്, അടുത്തൊരു t1 എന്ന പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞ് അതേപോലെ ഇത് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇറ്റ് ഹാവ് സം ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പീരീഡുള്ള ഒരു ഫംഗ്ഷൻ, അതിനാണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പീരിയോഡിക് ഫംഗ്ഷൻ മീൻസ് ഇറ്റ് ഹാവ് എ പീരീഡ്, സോ ഇറ്റ് വിൽ റിപ്പീറ്റ് ആഫ്റ്റർ ദാറ്റ് ടൈം. അപ്പോൾ ഇങ്ങനെയുള്ള പീരിയോഡിക് ഫംഗ്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ എക്സ്പ്രസ് യൂസിങ് എ Fourier സീരീസ്. അതിനാണ് നമ്മൾ സാധാരണ Fourier സീരീസ് യൂസ് ചെയ്യുക. ക്യാൻ എക്സ്പ്രസ് ദാറ്റ് എഫ് ഓഫ് ടി ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് Fourier സീരീസിൻ്റെ രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി അത് എങ്ങനെയാണ് Fourier സീരീസിൽ നമുക്ക് നോക്കാം. Fourier സീരീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെഫിനിഷൻ
എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതായത് ഇഫ് ദർ ഇസ് എ ഫംഗ്ഷൻ, അതൊരു എഫ് ഓഫ് ടി ഒരു പീരിയോഡിക് ഫംഗ്ഷൻ വി ക്യാൻ എക്സ്പ്രസ്ഡ് ഇൻ സം ഓഫ് സൈൻ ആൻഡ് കൊസൈൻ ടേംസ്. സൈൻ ആൻഡ് കൊസൈൻ ടേമിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഇസ് എ പീരിയോഡിക് ഫംഗ്ഷൻ. ഈ ഒരു സീരീസിനെയാണ് നമ്മൾ ഫൊറിയർ സീരീസ് എന്ന് പറയുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു B0 പ്ലസ് n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an sin n omega 1t n ഈക്വൽ ടു 1 പ്ലസ് n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി bn cos n omega 1t. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് ഇത്. അപ്പോൾ ഇവിടെ B0 പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. ഒമേഗ 1 നമ്മൾ നേരത്തെ പറഞ്ഞു പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഒരു പീരീഡ് T1 ആണെങ്കിൽ ഒമേഗ 1 എന്താണ് 2π/μ1 അല്ലെങ്കിൽ 2π/T1 ആണ് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ B0 പ്ലസ് n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an sin n omega 1t n ഈക്വൽ ടു 1 ടു infinity bn cos n omega 1t. Any periodic function can be expressed in terms of that sine and cosine term. So the value of this B0 is equal to 1/T1 T0 to T0 plus T1 f of t dt. എന്താണോ ആ പീരിയോഡിക് ഫംഗ്ഷൻ അതിനൊരു മാത്തമെറ്റിക്കൽ ഫോം ഉണ്ടാവും. ഒരു എങ്ങനെയുള്ള സ്ക്വയർ പൾസ് ആണോ അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ആണോ എന്താണെന്ന് ഒരു ഫോം ഉണ്ടാവും. സോ ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദാറ്റ് B0 ഈസ് 1/T1 T0 to T0 plus T1 f of t dt. This is the equation. Then bn is equal to 2/T1 T0 plus T1 f of t cos n omega 1t dt ആണ് bn ഉള്ള ഇക്വേഷൻ. ആൻഡ് an is equal to 2/T1 T0 plus T1 f of t sin n omega 1t dt. ഇങ്ങനെയാണ് ഇക്വേഷൻ. ഒന്ന് കോസിൻ്റെ ടേമും ഒന്ന് സൈൻ്റെ ടേം. n ക്യാൻ വാരി ഫ്രം 1 to 3 എക്സെട്ര അങ്ങനെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു ഫൊറിയർ സീരീസ്. അപ്പോൾ ഏതൊരു പീരിയോഡിക് ഫംഗ്ഷനിങ്ങും വി ക്യാൻ എക്സ്പ്രസ് ഇൻ ടേം ഓഫ് ദി സീരീസിൻ്റെ ടേമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആകെ അത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു ടൈമിൽ അതിന് ഇന്ന വാല്യൂ ഉണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്, ഇൻ ബിറ്റ്വീൻ സം ടൈം ഇറ്റ് വാല്യൂ 0 ഫോർ ആർ അതർ ടൈം, അങ്ങനെ എന്തെങ്കിലും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആകെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് അല്ലെങ്കിൽ വി ഹാവ് ടു ഇവാലുവേറ്റ് ദിസ് B0 വാല്യൂ, എൻ്റെ വാല്യൂ, ബിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ഇൻ ദിസ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൊറിയർ സീരീസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് ഏതൊരു പീരിയോഡിക് ഫംഗ്ഷനെയും നമുക്ക് ഫൊറിയർ സീരീസ് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇത് വളരെയധികം ആപ്ലിക്കേഷനിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സീരീസാണ് ഫൊറിയർ സീരീസ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം എനി പീരിയോഡിക് ഫംഗ്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദിസ് ഫൊറിയർ സീരീസ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആകെ നമുക്ക് ചെയ്യാനുള്ളത് ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് എഫ് ഓഫ് ടി, എന്താണ് എഫ് ഓഫ് ടീൻ്റെ എക്സാക്റ്റ് ഫോം എന്നനുസരിച്ച് വി ഇവാലുവേറ്റ് ദിസ് B0 ആൻഡ് bn ആൻഡ് an അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. Then substitute that value in this series, then we get this Fourier series for that corresponding periodic function. അപ്പോൾ ഇതാണ് ഒരു ഫൊറിയർ സീരീസ് ഫോർ പീരിയോഡിക് ഫംഗ്ഷൻ്റെ കേസുള്ള ഫൊറിയർ സീരീസ് ആണ്. ഓക്കെ, ഇനി നമ്മളെ എയിം എന്ന് പറയുന്നത് ഒരു പൾസിൻ്റെ ഫൊറിയർ അനാലിസിസ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഫൊറിയർ ഇൻ്റഗ്രൽ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പീരിയോഡിക് ഫംഗ്ഷനുള്ള ആ ഒരു കൺസെപ്റ്റിൽ നമ്മളൊരു ഫൊറിയർ ഇൻ്റഗ്രലിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫൊറിയർ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. സോ എഫ് ഓഫ് ടി, നേരത്തെ എഴുതിയിട്ടുള്ള എഫ് ഓഫ് ടി തന്നെയാണ് നമ്മൾ എഴുതുന്നത്. അതായത് an sin n omega 1t an+1 sin n omega 1 plus omega 1t പ്ലസ് എക്സെട്ര. അതായത് ഒന്നുമില്ല, an sin n omega t പ്ലസ് bn sin cos n omega t പ്ലസ് B0 ആണ് ഉണ്ടായിരുന്നത്. ആ B0 ടേംസ് ഒക്കെ എക്സെട്ര ടേം ഉണ്ട്. അത് n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിൽ ഞാനൊരു n-ഉം n+1 ടേമും എഴുതിയുള്ളൂ, n-ഉം n+1 ടേമുള്ളതിൻ്റെ എഴുതിയുള്ളൂ. അതായത് അങ്ങനെ n ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പർട്ടിക്കുലർ ഒരു കേസ് അവിടെ ഉള്ളത് എടുത്തുള്ളൂ. അത് ആ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. B0 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ആ ഒരു സീരീസ് തന്നെയാണ് എടുക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ nth ടേമും n+1 ടേമും എൻ്റെ nth ടേമും n+1 ടേമും എടുത്തു. ഇതിനൊരു പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ കൂടെ എന്തുണ്ട്, സമ്മേഷൻ bn sin cos n omega t, ആ ലിമിറ്റുള്ള ആ ടേംസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ 2 ടേമിനെ മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാൻ പോവാണ്. സോ ഇനി നമുക്ക് ഉള്ളൊരു കാര്യം, ഈ പൾസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ എന്താണ് അതിനൊരു സബ്സ്റ്റാൻഷ്യൽ വാല്യൂ അല്ലെങ്കിൽ അതിനൊരു മേജർ ക്രസ്റ്റ് ഉണ്ടാവും പറഞ്ഞു. ആ ടൈം ഇൻ്റർവെല്ലിന് ശേഷവും അതിൻ്റെ മുന്നേയും എന്താണ് അതിൻ്റെ വാല്യൂ എന്താണ്, വളരെ ചെറിയ വാല്യൂ ആണ്, അല്ലെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ 0 വാല്യൂ ആണ്. ഇനി ഇതേപോലെ തന്നെ ഒരു മേജർ ക്രസ്റ്റ് വരുന്ന അടുത്തൊരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് എവിടെയാണോ റിപ്പീറ്റ് ചെയ്യുന്നത്
ആ സമയമാണ് അതിൻ്റെ ടൈം ഇൻ്റർവെൽ അല്ലേ. പീരീഡ് എന്ന് പറയുന്നതാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും അതേ സൈക്കിൾ വരുന്ന ആ ഒരു ടൈം ഡ്യൂറേഷൻ നമ്മൾ പീരീഡ് എന്ന് പറയാം. അപ്പോൾ സാധാരണഗതിയിൽ ഈ പൾസിൻ്റെ കേസിൽ ആ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. പീരിയോഡിക് ഫംഗ്ഷൻ നമ്മൾ പലപ്പോഴും ഈ പൾസിനെ പറയില്ല, ആദ്യം തന്നെ അതിനെ എക്സ്പ്രസ് ചെയ്ത സമയത്തൊക്കെ പറഞ്ഞാൽ നോൺ പീരിയോഡിക് ഫംഗ്ഷനാണ്. അല്ലെങ്കിൽ ആ T1ൻ്റെ വാല്യൂ പറഞ്ഞാൽ വളരെ ലാർജ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പീരിയോഡിക് ഫംഗ്ഷൻ്റെ കേസിൽ അതിന് സ്പെസിഫിക് ആയിട്ട് വളരെ ഒരു എന്താ പറയുക കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു പീരീഡിന് ശേഷം അത് അതേപോലെ റിപ്പീറ്റ് ചെയ്യും. പക്ഷേ നമ്മളൊരു പൾസിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ആ പീരീഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതിൻ്റെ അർത്ഥം ഒന്നുമില്ല, ആ ഒരു പൾസ് ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ അതിനൊരു മേജർ ക്രസ്റ്റ് ഉണ്ടെങ്കിൽ അതേ സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം എടുക്കുന്നതാണ് അതിൻ്റെ ഒരു മീനിങ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഇഫ് T1 ഈസ് വെരി ലാർജ്, T1 വാല്യൂ ഈസ് വെരി ലാർജ്, അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് T1 ലാർജ് ആണെങ്കിൽ 2π/T1 ആണ് ω1. ω1ൻ്റെ വാല്യൂ എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. T1 വലുതാകുന്ന സമയത്ത് T1 ഇൻവേഴ്സ് റിലേഷനാണ് ഫ്രീക്വൻസിക്ക് ω1 ഉള്ളത്. അപ്പോൾ ω1 സ്മോൾ ആണ്. അപ്പം ഇവിടെ ഇതിൻ്റെ ഒരു അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ n ടേമും n+1 ടേമും കൺസിഡർ ചെയ്തിട്ടുള്ളത്. n വെരി ലാർജ് അല്ലെങ്കിൽ കുറേ ടേംസുള്ള n സോ ലാർജ് ആകുന്ന സമയത്ത് ഈ ഒമേഗൻ്റെ വാല്യൂ വളരെ ചെറുതും ആവുന്ന സമയത്ത്, ω1ൻ്റെ വാല്യൂ വളരെ ചെറുതും ആവുന്ന സമയത്ത് an+1ഉം an എന്തേ ഉണ്ടാവുള്ളൂ? വളരെ ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അതായത് n⍵1 + ω1, എന്നിൻ്റെ വാല്യൂ വളരെ വലുതാണ്, ω1 എന്താണ്? വളരെ ചെറുതാണ്. അപ്പോൾ ഈ ഒരു വലിയ വാല്യൂവിൻ്റെ കൂടെ കുഞ്ഞായിട്ടുള്ള ഒരു ω1 ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ ഒരു ടേം, അതായത് ഈ ഒരു ടേമും തമ്മിൽ അല്ലെങ്കിൽ an-ഉം അല്ലെങ്കിൽ n+1ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായിരിക്കും. അതായത് നമ്മൾ പൾസിൻ്റെ കേസിലോട്ട് പോവുകയാണ്, അതിൻ്റെ അനാലിസിസ് നടത്താൻ പോവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് മേജറായിട്ടുള്ള അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇൻ ദ കേസ് ഓഫ് പൾസ് ദാറ്റ് T1 ഈസ് വെരി ലാർജ് ഓർ ω1 ഈസ് സോ സ്മോൾ, സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് an and an+1 ആർ വെരി വെരി സ്മോൾ. ഓക്കെ, നൗ വി ക്യാൻ കൺസിഡർ ദിസ് n⍵1 ആസ് എ കണ്ടിന്യൂസ് വേരിയബിൾ. നമ്മളൊരു കണ്ടിന്യൂസ് കേസിലോട്ട് പോവുകയാണ്, ω1 വളരെ ചെറുതാണ്, അല്ലെങ്കിൽ വി ക്യാൻ കൺസിഡർ ദിസ് n⍵1 ആസ് എ കണ്ടിന്യൂസ് വേരിയബിൾ ആൻഡ് ദിസ് an ആസ് എ ഫംഗ്ഷൻ ഓഫ് ഒമേഗ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ഒമേഗ. അതായത് an-ഉം an+1ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ എക്സ്പ്രസ് ഇറ്റിനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ഒമേഗ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയ ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. ഇൻറ്റഗ്രൽ, അതായത് നമ്മൾ നേരത്തെ ഫൊറിയർ സീരീസ് എഴുതിയിട്ടുള്ളത് സമ്മേഷൻ ആയിരുന്നു. അത് നമ്മളെന്തോ ഒരു പർട്ടിക്കുലർ ഫോം വെച്ചിട്ട് ഇൻറ്റഗ്രലിലോട്ട് പോകാനുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമുക്ക് വേണ്ടത്, നമ്മളെ എയിം നമുക്ക് പീരിയോഡിക് ഫംഗ്ഷൻ അല്ല നമുക്കുള്ളത്, നമുക്കൊരു നോൺ പീരിയോഡിക് അല്ലെങ്കിൽ T1 വളരെ ലാർജ് ആയിട്ടുള്ളൊരു പൾസാണുള്ളത്. അതിനാണ് ഈ ഫൊറിയർ അനാലിസിസ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതായത് ω1 വെരി സ്മോൾ ആകുന്ന സമയത്ത് 2 പോയിന്റ് എന്ന് പറയുന്നത് n⍵1 ആസ് എ കണ്ടിന്യൂസ് വേരിയബിൾ ഒമേഗ ആൻഡ് an ആസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ഒമേഗ എന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒമേഗ വി ആർ ടേക്കിംഗ് ദിസ് ഒമേഗ ആസ് n⍵1 ആൻഡ് ഇഫ് യു ടേക്കിംഗ് എ ഡെൽറ്റ, ഒരു ഇൻഫിനിറ്റ്സിമൽ ഒമേഗ, അതായത് അടുത്തൊരു n+1 Δn ആവുന്ന സമയത്തുള്ള അവിടെയുള്ള ഒരു ഇൻക്രിമെൻ്റാണ് ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത്. എന്നിൽ നിന്ന് അടുത്തൊരു വാല്യൂവിലോട്ട്, അതായത് ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ ആവുക, അല്ലെങ്കിൽ ജസ്റ്റ് അടുത്തതിലോട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ ഒരു ചെറിയൊരു മാറ്റം, അതായത് n+Δn ആകുന്ന സമയത്ത് അവിടെയുള്ള ഒരു ചേഞ്ച് ഇൻ ഫ്രീക്വൻസിയാണ് ഡെൽറ്റ ഒമേഗ. ദിസ് വിൽ ബി ഈക്വൽ ടു ω1 to Δn. അത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതിയാൽ മതി. ഓർ delta omega is equal to ω1 delta n, or we can write this delta n is equal to delta omega by ω1. അങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? delta n is equal to delta omega by ω1. അതായത് if we change that omega from a small value, അല്ലേ, omega to omega plus delta omega, from that n changes from n to n plus delta n. So delta omega is equal to ω1 delta n എന്ന് എഴുതാൻ പറ്റും. നമ്മൾ ഫൊറിയർ ഇൻ്റഗ്രലിലോട്ട് പോവാണ്. അപ്പോൾ ഇനി നമ്മളിവിടെ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഫൊറിയർ സീരീസിൽ ഒരു an-th ടേമും എടുത്തിട്ടുണ്ടായിരുന്നു, an+1 ടേമും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇതാണ്. ആ T പറഞ്ഞ ലാർജ് ആവുന്ന സമയത്ത് ആ an-ഉം an+1ഉം തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായിരിക്കും. ഓക്കെ, അതന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ലെറ്റ് ഡെൽറ്റ n ബി വെരി സ്മാൾ സോ ദാറ്റ് ഓൾ ദ കോയിഷ്യൻ an in the band from n to n+10 are equal to one another. അതായത് an ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ അടുത്തതാണ് n+10 ഡെൽറ്റ എന്നിലുള്ള ഒരു an പ്ലസ് ഡെൽറ്റ n പറഞ്ഞ ഒരു ടേം ഉണ്ടെന്ന് വെക്കുക. അതായത് ഒരു an ഉണ്ട്, നെക്സ്റ്റ് ടേം അതായത് n ഇൻക്രീസ് ചെയ്തു, n+Δn ഇൻക്രീസ് ചെയ്ത സമയത്ത് അവിടെ ഉള്ളത് an+a
സഫിക്സ് എൻ പ്ലസ് ഡെൽറ്റ എൻ ആണെന്നുണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ എണ്ണത്തിന് എ എന്നും അതിൻ്റെ അടുത്തുള്ള എൻ പ്ലസ് ഡെൽറ്റ എൻ, എൻ പ്ലസ് ടു ഡെൽറ്റ എൻ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളിലൊക്കെ ഏകദേശം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ എൻ ആയിട്ട് എടുക്കാൻ പറ്റും. അതിപ്പോൾ മേലെ എ എൻ കോസ് എ എൻ എന്താണ് സൈൻ എൻ ഒമേഗ ടി എഴുതി, അടുത്തത് എ എൻ പ്ലസ് 1 സൈൻ എൻ ഒമേഗ 1 പ്ലസ് എൻ അങ്ങനെ എഴുതിയില്ലേ, ഒമേഗ 1 ടി അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒമേഗ 1ൻ്റെ വാല്യൂ വളരെ ചെറുതാവുക അല്ലെങ്കിൽ പീരീഡ് വളരെ വലുതാകുന്ന സമയത്ത് ആ രണ്ട് അടുത്തടുത്തുള്ള ആംപ്ലിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോഷ്യൻറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് വളരെ ചെറുതാണ്. അല്ലെങ്കിൽ വി ക്യാൻ അപ്രോക്സിമേറ്റ് ദാറ്റ് ആസ് എ എൻ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഈ ഒരു ബാൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, എന്നിൽ നിന്ന് എൻ പ്ലസ് ഡെൽറ്റ എൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതായത് എ എൻ ചേഞ്ച് ഇവിടെ എ എൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എ എൻ പ്ലസ് ഡെൽറ്റ എൻ ആക്കി നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ആ ഒരു എ എൻ പ്ലസ് ഡെൽറ്റ എന്നും എ എന്നും ഏകദേശം ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ സംഭവത്തിൻ്റെയും കോവിഷ്യൻ്റ് നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്, എ എൻ ആക്കി എടുക്കുകയാണ്. അതായത് എൻ പ്ലസ് ഡെൽറ്റ എൻ ആയിട്ട് മാറുന്ന സമയത്ത് അവിടെ എ എൻ പ്ലസ് അങ്ങനെ ചേഞ്ച് ചെയ്ത് പോകും. പക്ഷേ അതിൻ്റെ വാല്യൂ വളരെ ചെറിയ ചേഞ്ചേ അവിടെ വരുന്നുള്ളൂ. സോ വി ആർ ടേക്കിംഗ് ദാറ്റ് ആസ് എ എൻ. സോ വി ക്യാൻ റൈറ്റ് ദിസ് എഫ് ഓഫ് ടി ആസ് നേരത്തെ എഴുതിയ ഇക്വേഷൻ പ്ലസ് എക്സെട്ര ഡെൽറ്റ എൻ എ എൻ സൈൻ എൻ ഒമേഗ 1 ടി. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഒരു ബാൻഡിൻ്റെ ഇടയിലുള്ള എല്ലാ കോയിഷ്യൻറ്റിൻ്റെയും വാല്യൂ നമ്മൾ എന്താക്കി എടുക്കുകയാണ്, എ എൻ ആക്കി എടുക്കുകയാണ്. എത്ര വരെയുള്ള എൻ പ്ലസ് ഡെൽറ്റ എൻ വരെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ എ എൻ സൈൻ എൻ ഒമേഗ 1 ടി. ദെൻ we already derived right equation for delta n as delta omega by omega 1. So delta omega an by omega 1 sin omega t. Okay, sin omega t നമുക്ക് എഴുതാൻ പറ്റും. Then this equation can be written as delta omega a of omega sin omega t plus etc. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ this an by omega 1 നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒമേഗ വളരെ ചെറുതാകുന്ന സമയത്ത് ദിസ് ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് കോയിഷ്യൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഒമേഗ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ ഒമേഗ എ എഫ് ഒമേഗ സൈൻ ഒമേഗ ടി. ദെൻ എ ഓഫ് ഒമേഗ സൈൻ ഒമേഗ ടി ഡി. സോ ദാറ്റ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ഒമേഗ എ എഫ് ഒമേഗ സൈൻ ഒമേഗ ടി. ദെൻ നമ്മൾ പറഞ്ഞു വളരെ ഇൻഫിനിറ്റ്സിമൽ വാല്യൂ ഇതിനുണ്ടാവുള്ളൂ. അങ്ങനെയുള്ളൊരു സീരീസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ കൺവേർട്ട് ദിസ് ഇൻ ടു എ ഇൻ്റഗ്രൽ ഫോം. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻ്റഗ്രൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ സൈൻ ഒമേഗ ടി ഡി ഒമേഗ. അതായത് നമ്മൾ ആദ്യം ഒരു ഫൊറിയർ സീരീസ് നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു സമ്മിങ് സീരീസാണ് കൺസിഡർ ചെയ്തത്, ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ കേസ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ഐഡിയ കിട്ടണം. നോൺ പീരിയോഡിക് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നോൺ പീരിയോഡിക് ഒരു കേസ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പതുക്കെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള കാര്യം ആ പീരീഡിൻ്റെ വാല്യൂ വളരെ വലുതാവുക അല്ലെങ്കിൽ ഒമേഗ 1ൻ്റെ വാല്യൂ വളരെ ചെറുതാവുക. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പോർഷനിലോട്ട് പോകും. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻ്റഗ്രൽ ഫോമിലോട്ട് മാറ്റാൻ പറ്റും. അതായത് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഓഫ് ഒമേഗ സൈൻ ഒമേഗ ടി ഡി ഒമേഗ. ഇത് ഈ ഒരു ഫോമിനെയാണ്, ഈ ഒരു ഡെൽറ്റ ഒമേഗ വളരെ ചെറുതാകുന്ന സമയത്ത് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻ്റഗ്രൽ ഫോം. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദിസ് കംപ്ലീറ്റ് എക്സ്പ്രഷൻ ആസ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ സൈൻ ഒമേഗ ടി ഡി ഒമേഗ പ്ലസ് 0 to ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ കോസ് ഒമേഗ ടി ഡി ഒമേഗ. ഒന്നുമില്ല, നമ്മൾ ആ സമ്മേഷൻ സീരീസ് അവിടെ നമ്മൾ എ എൻ കോസ് ഒമേഗ ടി എ എൻ സൈൻ എൻ ഒമേഗ ടി പ്ലസ് ബി അങ്ങനെ എഴുതി പോകുന്ന സീരീസ് ആയിരുന്നു. അതൊരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള പീരീഡുള്ള ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ കേസിലുള്ള ഇക്വേഷനാണ്. ഇവിടെയുള്ള മാറ്റം ആ പീരീഡ് വലുതായി അല്ലെങ്കിൽ ഒമേഗൻ്റെ വാല്യൂ ചെറുതായി. അപ്പോൾ സിമ്പിൾ ലോജിക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഫംഗ്ഷൻ എന്താ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സാധനം ഒരു കണ്ടിന്യൂസ് ഫോമിലോട്ട് മാറി. അപ്പോൾ ഒരു ഫൊറിയർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ സൈൻ ഒമേഗ ടി ഡി ഒമേഗ പ്ലസ് ദിസ് ബി ഓഫ് ഒമേഗ കോസ് ഒമേഗ ടി ഡി ഒമേഗ. ഓക്കെ, ദെൻ ദിസ് എ ഓഫ് ഒമേഗ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ ഓഫ് ഒമേഗ ഇത് ഒമേഗ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ ഒമേഗ 1 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എ എൻ ഡിവൈഡ് ബൈ ഒമേഗ 1. നേരത്തെ ആ പോർഷനിൽ നമ്മൾ എഴുതി. അപ്പോൾ എ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എ ഓഫ് എൻ ഒമേഗ 1 ദാറ്റ് ഇസ് ഈക്വൽ ടു എ എൻ ഡിവൈഡ് ബൈ ഒമേഗ 1. ഓക്കെ, അതേപോലെ തന്നെ ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ബി ഓഫ് എൻ ഒമേഗ 1 ദാറ്റ് ഇസ് ഈക്വൽ ടു ബി എൻ ഡിവൈഡ് ബൈ ഒമേഗ 1. ദെൻ ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു ഫൊറിയർ സീരീസ് എഴുതിയിട്ടുണ്ടായിരുന്നു. എ എന്നിനുള്ള എക്സ്പ്രഷൻ നേരത്തെ ഫൊറിയർ സീരീസ് ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത സമയത്ത് എ എൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ എ എന്നിനെ ഒമേഗ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, ഈ എ ഓഫ് ഒമേഗ കിട്ടും. ഓക്കെ, 2 by ഒമേഗ 1 T1 T0 to T0 plus T1 എഫ് ഓഫ് ടി സൈൻ ഒമേഗ ടി ഡി ടി. ദാറ്റ് ക്യാൻ ബി
written as this omega 1 t1 can be written as 2 pi അല്ലേ 2 pi by t1 ആണ് ഒമേഗ അപ്പോൾ അതുകൊണ്ട് this can be written as 2 pi so a of omega is equal to 1 by pi minus infinity to infinity psi of t sin omega t dt ഇങ്ങനെയായിട്ട് ഇത് മാറും. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എ ഓഫ് ഒമേഗ എഴുതി. ഇവിടെ ഈ ഫംഗ്ഷൻ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്തത്, ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരുന്നു വിത്ത് എ പീരീഡ് t1. വി ആർ ഷിഫ്റ്റിംഗ് ദിസ് ഫ്രം എ നോൺ പീരിയോഡിക് ഫംഗ്ഷൻ psi of t ഒരു നോൺ പീരിയോഡിക് ഫംഗ്ഷൻ ആവുകയാണ്. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു എ ഓഫ് ഒമേഗ is equal to 1 by pi minus infinity to infinity psi of t sin omega t dt. ഓക്കെ, അതായത് ഇൻ്റഗ്രൽ ഓഫ് ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് എഫ് ഓഫ് ടി ഓവർ ഇറ്റ്സ് പീരീഡ് ഈക്വൽ ടു ദ ഇൻ്റഗ്രൽ ഓഫ് നോൺ പീരിയോഡിക് പൾസ് psi of t ഓവർ ഓൾ ടൈം. അത് നമുക്ക് വേണ്ടത് എന്താണ്, വി വാണ്ട് ടു അനലൈസ് എ പൾസ്. ഒരു പൾസിനെയാണ് നമുക്ക് അനലൈസ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ എന്താണ്, ഒരു നോൺ പീരിയോഡിക് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫൊറിയർ സീരീസിൽ ഫസ്റ്റ് നമ്മൾ എഴുതിയത് നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പീരിയോഡിക് ഫംഗ്ഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റെപ്പാക്കി പീരീഡ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് കണ്ടിന്യൂസിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റും, നോൺ പീരിയോഡിക് ഫംഗ്ഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫൊറിയർ ഇൻ്റഗ്രലാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് എ ഓഫ് ഒമേഗ is equal to 1 by pi minus infinity to infinity psi of t sin omega t dt where psi of t is a non periodic pulse. നമുക്ക് എളുപ്പമായി നേരത്തെ ഈ എഴുതിയിട്ടുള്ളത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരുന്നു, വിത്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പീരീഡുള്ള ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തത്. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. അതായത് ഫൊറിയർ വി ഷിഫ്റ്റഡ് ഫ്രം എ ഫൊറിയർ സീരീസ് ടു എ ഫൊറിയർ ഇൻ്റഗ്രലാക്കി. ദെൻ എന്താണ് എ ഓഫ് ഒമേഗ is equal to 1 by pi minus infinity to infinity psi of t sin omega t dt. ഓക്കെ, ദെൻ കംപ്ലീറ്റ് ഫൊറിയർ ഇൻ്റഗ്രൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ psi of t ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് 0 to infinity a of omega sin omega t d omega പ്ലസ് 0 to infinity b of omega cos omega t d omega. ഒന്നുമില്ല, ഫൊറിയർ സീരീസ് എഴുതിയപ്പോൾ നമ്മളിങ്ങനെ തന്നെയാണ് എഴുതിയത് അല്ലേ. ഇത് b0 പ്ലസ് എ എൻ സൈൻ എൻ ഒമേഗ ടി സമ്മേഷൻ എടുത്തു, ബി എൻ സമ്മേഷൻ ബി എന്നും എടുത്തു. അതിനെന്താക്കിയ സമ്മേഷൻ മാറി, ആകെ ആലോചിക്കേണ്ട ഒരു സിമ്പിൾ ലോജിക്കേ ഉള്ളൂ. സമ്മേഷൻ മാറി ഇവിടെ എന്തായി, ഇൻ്റഗ്രലായി, കണ്ടിന്യൂസ് ആയി. ആൻഡ് ഫംഗ്ഷൻ എന്തായി, എഫ് ഓഫ് ടിക്ക് പകരം ഇവിടെ എന്തായി, ഏത് ഫംഗ്ഷൻ, നോൺ പീരിയോഡിക് പൾസിൻ്റെ രൂപത്തിലോട്ട് മാറി. സോ psi of t is equal to 0 to infinity a of omega sin omega t d omega plus 0 to infinity b of omega cos omega t d omega. ഓക്കെ, ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതൊരു പീരിയോഡിക് ഫംഗ്ഷൻ എടുക്കുന്ന സമയത്തും നമുക്ക് ആകെ ചെയ്യാനുള്ള നമ്മളെ ജോലി എന്ന് പറയുന്നത് ടു ഇവാലുവേറ്റ് ദിസ് കോഷ്യൻറ്റ് ഇവാലുവേറ്റ് ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് ഉണ്ടാവുക. അപ്പോൾ ഈ എ ഓഫ് ഒമേഗ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് 1 by pi minus infinity to infinity psi of t sin omega t dt. ഓക്കെ, സിമിലർലി ബി ഓഫ് ഒമേഗ എന്താണ്, 1 by pi minus infinity to infinity psi of t cos omega t dt. ഇപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കാൻ, എന്നാലും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളൊരു പീരിയോഡിക് ഫംഗ്ഷൻ എടുത്തു, അതിൻ്റെ ഫൊറിയർ സീരീസ് എഴുതി. ആ ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരുന്നു. നമുക്ക് വേണ്ടത് ഒരു പൾസിൻ്റെ കേസിൽ അതിനെ ഫൊറിയർ അനാലിസിസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പൾസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ പീരീഡ് വളരെ വലുതായിരിക്കും, അല്ലെങ്കിൽ അതൊരു നോൺ പീരിയോഡിക് ഫോം ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ആർ കൺവേർട്ടിങ് ദാറ്റ് ഫൊറിയർ സീരീസ് ടു എ ഫൊറിയർ ഇൻ്റഗ്രൽ, അല്ലെങ്കിൽ വി ആർ യൂസിങ് എ കണ്ടിന്യൂസ് കേസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒമേഗ 1 വളരെ ചെറുതായുള്ള ഒരു കേസ് ഉപയോഗിച്ചിട്ട് ഫൊറിയർ ഇൻ്റഗ്രൽ ഈ ഒരു ഫോം നമ്മൾ എഴുതി. ദെൻ വി ജസ്റ്റ് റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ദാറ്റ് എ ഓഫ് ഒമേഗ ആൻഡ് ബി ഓഫ് ഒമേഗ. ഓക്കെ, ഇതാണ് ഒരു ഫൊറിയർ അനാലിസിസ് ഓഫ് എ പൾസിൻ്റെ ഒരു പോർഷൻ. അതായത് ഒരു പീരിയോഡിക് വേവ്, അതായത് ഒരു ഫൊറിയർ സീരീസുള്ള ഒരു പീരിയോഡിക് വേവിൽ നിന്ന് ഹൗ ക്യാൻ വി ഗെറ്റ് എ ഫൊറിയർ ഇൻ്റഗ്രൽ ഫോർ എ നോൺ പീരിയോഡിക് വേവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പൾസിൻ്റെ കേസിൽ ഹൗ ക്യാൻ വി യൂസ് ദിസ് ഫൊറിയർ ഇൻ്റഗ്രൽ, അല്ലെങ്കിൽ ഹൗ വി ആർ ചേഞ്ചിങ് എ ഫൊറിയർ സീരീസ് ടു എ ഫൊറിയർ ഇൻ്റഗ്രൽ ഫോർ എ നോൺ പീരിയോഡിക് ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരൊറ്റ കാര്യം കൂടി പറയാണ്. ഓൾറെഡി ഒരു കാര്യം കൂടി നമ്മൾ പറയാണ്. അതായത് ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ ആദ്യം ഇത് എക്സാക്ട് സൊല്യൂഷൻ ഫോർ ദാറ്റ് psi of t കണ്ടിട്ടുണ്ടായിരുന്നു. a of 0 ഡിവൈഡ് ബൈ ഡെൽറ്റ ഒമേഗ 1 to omega 2 cos omega t d omega. ഇതായിരുന്നു നമ്മൾ ഇക്വേഷൻ ഫോർ പൾസ്. നമ്മുടെ ഇക്വേഷൻ ആയിരുന്നു, നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇക്വേഷനാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുക വെച്ചാൽ ഇത് നമ്മളൊരു ഫൊറിയർ അനാലിസിസ്, അതിൻ്റെ ഒരു ഫൊറിയർ ഇൻ്റഗ്രൽ ഫോം ഒന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മൾ സൊല്യൂഷൻ കണ്ടു, അതിൽ നിന്ന് ഇതൊന്ന് ജസ്റ്റ് ഫൊറിയർ ഇൻ്റഗ്രലായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഇതിന് തിരിച്ചും ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, പൾസിൻ്റെ വെറും psi of t ഫോം മാത്രം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫൊറിയർ ഇൻ്റഗ്രൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ
ഈ ഫൊറിയർ സീരീസ് അല്ലെങ്കിൽ ഫൊറിയർ ഇൻ്റഗ്രൽ ഫോം കാണാൻ പറ്റും. ഇവിടുത്തെ റെഡിമെയ്ഡായിട്ട് നമുക്ക് ആ എക്സാക്ട് സൊല്യൂഷൻ കണ്ടു വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ് അല്ലേ. ഇത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു, എക്സാക്ട് സൊല്യൂഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കറിയാം എന്താണ് സൈ ഓഫ് ടി. ഇപ്പോൾ നമ്മൾ കണ്ടുവച്ചു ഫൊറിയർ ഇൻ്റഗ്രൽ എന്താണ് 0 to ∞ എ ഓഫ് ഒമേഗ സൈൻ ഒമേഗ ടി ഡി ഒമേഗ പ്ലസ് 0 to ∞ ബി ഓഫ് ഒമേഗ കോസ് ഒമേഗ ടി ഡി ഒമേഗ. ഇതാണ് നമ്മളെ ഫൊറിയർ ഇൻ്റഗ്രലിനുള്ള ഇക്വേഷൻ, നമുക്കറിയുന്നതാണ്, നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അതായത് ഇവിടെ എന്ത് ചെയ്യാം, സൈനിൻ്റെ ടേം ഇവിടെ ഇല്ല. അപ്പോൾ എന്താണ് എ ഓഫ് ഒമേഗ 0, എ ഓഫ് ഒമേഗ എന്താണ് എല്ലാം 0 ആണ്, ഒരു വാല്യൂ ഇവിടെ വരുന്നില്ല. ഇനി ബി ഓഫ് ഒമേഗ എന്താണ്, ബി ഓഫ് ഒമേഗ വാല്യൂ 0 ആണ് ഫോർ ഒമേഗ നോട്ട് ബിറ്റ്വീൻ ഒമേഗ 1 ആൻഡ് ഒമേഗ 2. ഓൾറെഡി നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഹിബിറ്റ് ചെയ്ത പൾസ് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സൂപ്പർ പൊസിഷൻ ഓഫ് ഹാർമോണിക് കമ്പോണൻറ്റ് ബിറ്റ്വീൻ ദാറ്റ് ഒമേഗ 1 ആൻഡ് ഒമേഗ 2 ആയിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ് ബി ഓഫ് ഒമേഗ 0 ആണ്. ഒമേഗ 1 ഒമേഗ 2 ഇൻ്റർവെൽ അല്ലാത്ത കേസ്, ഒമേഗ 1ൻ്റെ താഴെയും ഒമേഗ 2ൻ്റെ മുകളിലുള്ള സ്ഥലത്തൊക്കെ എന്താണ് അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ആൻഡ് സോറി okay, then a of omega is equal to 0 for all omega and b of omega is equal to 0 for omega not between omega 1 and omega 2. Then b of omega, ഈ b of omega വാല്യൂ നോക്കുക, ഇത് a of 0 by delta omega ഏതൊക്കെ റേഞ്ചിൽ, ഒമേഗ 1 to ഒമേഗ 2ൻ്റെ റേഞ്ചിൽ, ഇത് ബി ഓഫ് ഒമേഗ കോസ് ഒമേഗ ടി ഡി ഒമേഗ, അതായത് 0 to ∞ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും ഇതിനെപ്പോഴാണ് വാല്യൂ ഉള്ളത്, ഒമേഗ 1ൻ്റെ ഒമേഗ 2ൻ്റെ ഇടയിൽ. അത് 0 to ∞ പറഞ്ഞ സ്ഥലത്തിൽ അതിൽ ഒമേഗ 1 എന്ന വാല്യൂൻ്റെ ഒമേഗ 2 എന്ന വാല്യൂൻ്റെ ഇടയിലാണ് ഇതിന് വാല്യൂ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ബി ഓഫ് ഒമേഗയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാകും. ആ വാല്യൂ എന്താണ്, ജസ്റ്റ് സിമ്പിളായിട്ട് ഈ ഒരു ഇൻ്റഗ്രലിലെ കോഷ്യൻ്റ് ഇവിടെ ഇക്വേറ്റ് ചെയ്യുക. അത് എ ഓഫ് 0 ഡിവൈഡ് ബൈ ഡെൽറ്റ ഒമേഗ ആയിരിക്കും. എ ഓഫ് 0 ഡിവൈഡ് ബൈ ഡെൽറ്റ ഒമേഗ ആയിരിക്കും എന്ത് ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത്. അത് ഫോർ ഒമേഗ ബിറ്റ്വീൻ ഒമേഗ 1 ആൻഡ് ഒമേഗ 2. ഓക്കെ, അതായത് നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഓൾറെഡി ഒരു എക്സാക്ട് സൊല്യൂഷൻ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ എക്സാക്ട് സൊല്യൂഷനിൽ നിന്ന് അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ എ ഓഫ് ഒമേഗ 0 ആണെന്ന് കിട്ടി. പിന്നെ 0 to ∞ ഈ ഒമേഗ 1ൻ്റെ ഒമേഗ 2ൻ്റെ ഇടയിലാണ് ഇതിനിങ്ങനെ ഒരു വാല്യൂ ഉള്ളത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ബി ഓഫ് ഒമേഗൻ്റെ വാല്യൂ ഇതായിരിക്കും. ഓൾ അതർ റേഞ്ച് അല്ലെങ്കിൽ ഒമേഗ നോട്ട് ബിറ്റ്വീൻ ഒമേഗ 1 ആൻഡ് ഒമേഗ 2 അല്ലാത്ത റേഞ്ചിലൊക്കെ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഉള്ള ഒരു സൊല്യൂഷന് അതുമായിട്ട് സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്യാണ്. സാധാരണഗതിയിൽ നമ്മൾ ആ പൾസിനെ അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ ആ പൾസിൻ്റെ സൈ ഓഫ് ടി ഫോം മാത്രം എടുത്തിട്ട് ഈ ഫൊറിയർ ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് എ ഓഫ് ഒമേഗൻ്റെ വാല്യൂം ബി ഓഫ് ഒമേഗൻ്റെ വാല്യൂം കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അത് അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് സൈ ഓഫ് ടി വെച്ച് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എഴുതാൻ പറ്റും. ഇത് നമ്മൾ ആദ്യമേ എഴുതിയത് ഇതുമായിട്ടൊന്ന് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഫൊറിയർ അനാലിസിസ് ഓഫ് പൾസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഒരു പീരിയോഡിക് സീരീസ്, സാധാരണ കൺവെൻഷനലായിട്ട് നമുക്കൊരു പീരിയോഡിക് ഫൊറിയർ സീരീസ് ആണ് അറിയുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു നോൺ പീരിയോഡിലേക്ക് സ്റ്റെപ്പായിട്ട് നമ്മൾ കൊണ്ടുവന്ന് ആ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് മാത്തമെറ്റിക്കൽ പാർട്ടുണ്ട്, എന്നാലും നിങ്ങൾ ഒരു 2-3 തവണ ഇതൊന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു മാത്തമെറ്റിക്കൽ റിലേഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു പൾസിൻ്റെ ഫൊറിയർ അനാലിസിസ്. ഇതൊരു എസ്സേ പാർട്ടും കൂടിയാണ്. എക്സ്പ്ലെയിൻ ദ ഫൊറിയർ അനാലിസിസ് ഓഫ് എ നോൺ പീരിയോഡിക് ഫംഗ്ഷൻ ഫ്രം എ പീരിയോഡിക് ഫംഗ്ഷൻ എങ്ങനെയാണുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫൊറിയർ അനാലിസിസ് ഓഫ്